വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അധ്യാപകർക്ക് വളരെ സന്തോഷം നൽകുന്ന ചില അപ്ഡേഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയങ്ങളാണിത്. നമുക്ക് കേട്ടറ്റ് യോഗ്യത എന്നുള്ളത് നിർബന്ധിതമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിലവിൽ വന്നിട്ടുള്ള LP UP ലിസ്റ്റിൻ്റെ കാര്യത്തിൽ തുടരുന്ന ഒരു അനിശ്ചിതത്വം, അതേപോലെ തന്നെ വരാനിരിക്കുന്ന HSTയുടെ ഒരു ലിസ്റ്റ്, അതേപോലെ തന്നെ നടക്കാൻ പോകുന്ന HSST എക്സാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ അധ്യാപകർ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഒരു സന്തോഷ പെരുമഴ എന്ന് പറയുന്ന പോലെ തന്നെ പുതിയ ചില അപ്ഡേഷൻസ്, അതല്ലെങ്കിൽ പുതിയ ചില മന്ത്രിസഭാ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. കുറച്ചു പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അറിയാത്ത കുറച്ചു പേര് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് പുതിയ മന്ത്രിസഭാ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് അധ്യാപക നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ അപ്ഡേഷൻസ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ അധ്യാപക തസ്തിക നിർണയത്തെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളത്. സർക്കാർ സ്കൂളുകളിലും അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലും പുതിയതായിട്ട് ഒരു 1857 പുതിയ തസ്തികകളാണ് വരാനായിട്ട് പോകുന്നത്. ആ 1857 തസ്തികകൾ പുതിയതായിട്ട് വരുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്, മന്ത്രിസഭ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സർക്കാർ സ്കൂളുകളിൽ 655 തസ്തികകളും എയ്ഡഡ് സ്കൂളുകളിൽ 1202 തസ്തികകളുമാണ് പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ തസ്തികകൾ വരുമ്പോൾ PSCയിലേക്ക് വരുന്നത് ഏകദേശം ഒരു 500 ഒഴിവുകളായിരിക്കും. ഇത് ഏകദേശ കണക്കാണ്, തീരുമാനമായിട്ടില്ല, അന്തിമമായിട്ട് വരുന്നില്ല. ഏകദേശം 500 ഒഴിവുകൾ എന്ത് വരികയാണ്, PSCയിലോട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1857 അധിക അധ്യാപക തസ്തിക അനുവദിക്കാനാണ് മാർച്ച് 14 കൂടിയിട്ടുള്ള മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അധികമായിട്ട് വരുന്നതാണ്, പുതിയ ആളുകൾക്ക് എന്തുണ്ട്, അധ്യാപകർക്ക് അവസരം അതുവഴി ലഭിക്കുന്നുണ്ട്. ഇവിടെ 2025-26 അധ്യയന വർഷത്തിൽ നടത്തിയിട്ടുള്ള തസ്തിക നിർണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അത്തരത്തിലൊരു ശുപാർശ നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലെ പുതിയ അധ്യാപക തസ്തികകൾക്ക് ശുപാർശ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ശുപാർശയ്ക്കാണ് മാർച്ച് 14 മന്ത്രിസഭാ യോഗത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സ്കൂളുകളിൽ 655 എയ്ഡഡ് സ്കൂളുകളിൽ 1202 വീതം അധിക തസ്തികകളാണ് നമ്മൾ സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ വരുമ്പോൾ 2025 ഒക്ടോബർ 1 മുതൽ എന്ത് വരുന്നുണ്ട്, ഈ തസ്തികകൾ പ്രാബല്യത്തിൽ വരും. ഇവിടെ നമുക്കറിയാം നിലവിലുള്ള അധ്യാപകരെ പുനർവിന്യസിപ്പിച്ചതിന് ശേഷമാണ് എന്ത് വരുന്നത്, പുതിയതായിട്ട് പുനർവിന്യാസം കഴിഞ്ഞാൽ പിന്നെയും ഒഴിവുകൾ വരും. അതിലേക്കാണ് എന്ത് വരുന്നത്, പുതിയ അധ്യാപകരെ നിയമിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിലവിലുള്ള അധ്യാപകരെ പുനർവിന്യസിപ്പിച്ചതിന് ശേഷമായിരിക്കും ഇനി എത്രത്തോളം അധ്യാപകരെ ആവശ്യമുണ്ട് അതിനനുസരിച്ച് PSCയിലോട്ട് വാക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതും അതിനനുസരിച്ച് പുതിയ അധ്യാപകർ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, പ്രാഥമിക കണക്കുകൾ പ്രകാരമാണ് എന്ത് വരുന്നത്, 500ഓളം തസ്തിക റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ PSC വഴി 500ഓളം തസ്തികകൾ, 500ഓളം ആളുകൾക്ക് നമുക്ക് ഇനി അവസരമായിട്ട് കിടക്കുന്നത്. ഇനി അതിൽ തന്നെ ആ ഒരു മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ കേട്ടറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചധികം ഇളവുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് 2 വർഷത്തിനുള്ളിൽ അല്ലേ, അതിൽ 2027 വരെയാണ് നിലവിലുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് യോഗ്യത നേടാനായിട്ടുള്ള സമയം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മന്ത്രിസഭാ തീരുമാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എത്രമാത്രമേ ഉള്ളൂ, ആ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ആ ഒരു വിധി നിലനിൽക്കെ തന്നെ എന്തുണ്ട്, ഇപ്പോൾ നമുക്ക് കേട്ടറ്റ് യോഗ്യത ഇല്ലെങ്കിലും ഇപ്പോൾ പ്രൊമോഷൻ ആണെങ്കിലും ബൈ ട്രാൻസ്ഫർ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫറിന് സാധ്യതകളുള്ള ആളുകൾക്കും എന്ത് കൊടുക്കാം, നമുക്ക് പ്രൊമോഷനും അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫറും കൊടുക്കാം. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ കേട്ടറ്റ് യോഗ്യത നേടിയെടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു യോഗ്യത അധ്യാപകർ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ട് 2023-ലും 2024-ലും അതേപോലെ തന്നെ 2026-ലും എക്സാമുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം ത്രൂ എന്ത് ചെയ്യാനാണ്, അധ്യാപകർക്ക് ആ ഒരു കേട്ടറ്റ് യോഗ്യത നേടിയെടുക്കാനായിട്ടുള്ള അവസരം വരുന്നുണ്ട്. കേട്ടറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്തിട്ടുള്ള റിവ്യൂ പെറ്റീഷൻ നിലനിൽക്കെ തന്നെ എന്താണ്,
അന്തിമ വിധിക്ക് വിധേയമായി അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിൽ കൂടുതൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. കേട്ടറ്റ് യോഗ്യത സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർവീസിൽ തുടരുന്നവരും അതേപോലെ തന്നെ 2025 സെപ്റ്റംബർ 1 മുൻപ് പ്രമോഷൻ ബൈ ട്രാൻസ്ഫർ നിയമനത്തിന് അർഹതയുള്ളവരുമായിട്ടുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് അതത് കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യത 2025 സെപ്റ്റംബർ 1 മുതൽ 2 വർഷത്തിനകം നേടണമെന്ന നിബന്ധനയിൽ, കണ്ടോ, സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ആ ഒരു കാലയളവ് 2 വർഷമാണ് സമയം കൊടുത്തിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 1 ആ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നത്. ആ വിധി വന്ന് 2 വർഷം എന്ന് പറയുമ്പോൾ 2027 സെപ്റ്റംബർ 1 അല്ലേ? അപ്പൊ അതിനുള്ളിൽ എന്ത് ചെയ്യണം? അതാത് അധ്യാപകര് അവർക്ക് വേണ്ട യോഗ്യത ഏതാണോ അത് കൃത്യമായിട്ട് നേടിയെടുക്കണം. പക്ഷേ അത് നേടിയെടുക്കാൻ 2 വർഷത്തെ സമയമുണ്ട്. താൽക്കാലികമായിട്ട് അവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം? പ്രമോഷൻ അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ നിയമനം നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അതത് കാറ്റഗറിയിൽ കേട്ടറ്റ് ഉള്ളവർ എന്ത് ചെയ്യണം? അവർക്ക് സ്ഥിരമായിട്ട് നമുക്ക് പ്രമോഷൻ കൊടുക്കാം. ഓക്കെ, കേട്ടിട്ട് യോഗ്യത ഉള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് കൊടുക്കാം. അല്ലാത്തവർക്ക് താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ പ്രമോഷനും അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ പ്രമോഷനും നൽകാനായിട്ട് കൊടുക്കുന്നത്. ഇനി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓർ ലാബ് അസിസ്റ്റന്റ് എന്നിവർക്ക് നിശ്ചിത കേട്ടറ്റ് യോഗ്യതയോ അതല്ലെങ്കിൽ അവർക്ക് എന്താണോ യോഗ്യത അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് ആവശ്യമില്ലാത്തതിനാൽ, അല്ലേ, ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട് എന്തില്ല, ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു കേട്ടറ്റ് യോഗ്യത ആവശ്യമില്ലാത്തതിനാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരെ HSST അതേപോലെ തന്നെ HST ജൂനിയർ യോഗ്യതയുണ്ടെങ്കിൽ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷന് പരിഗണിക്കും. യോഗ്യത സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവ് വരുന്നതിന് വളരെ മുൻപ് സർവീസിലുള്ള അധ്യാപകർക്ക് യോഗ്യത നേടാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 24-ലും 25-ലും 26-ലും പ്രത്യേകം പരീക്ഷകൾ നടത്തിയിരുന്നു. അതുകൂടാതെ തന്നെ പ്രത്യേക പരീക്ഷ കൂടാതെ തന്നെ വർഷത്തിൽ എന്ത് നടക്കുന്നുണ്ട്? 2 കേട്ടറ്റ് എക്സാം നടക്കുന്നുണ്ട്. ആ ഒരു എക്സാം വഴി എന്ത് ചെയ്യണം? യോഗ്യത നേടിയെടുക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പുതിയ തസ്തികകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നിയമനങ്ങൾ ലഭിക്കും. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് അവരുടെ ഒരു സ്വപ്ന ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരവും വരുന്നുണ്ട്. പക്ഷേ ഈ തസ്തികകളൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാലും ഒരു അധ്യാപികയായിട്ട് കയറണമെങ്കിൽ മിനിമം യോഗ്യത എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കേട്ടറ്റ് തന്നെയാണ്, അല്ലേ? കേട്ടറ്റ് നേടിയെടുത്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥിരമായ ഒരു അധ്യാപന ജോലിയിലേക്ക് കയറാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു യോഗ്യത നേടിയെടുക്കുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു കടമ്പ തന്നെയാണ്. ആ കടമ്പ ചാടിക്കടന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? അധ്യാപകരായിട്ട് ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകൾ സൈലം ടീച്ചിങ് എക്സാംസിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതലാണ് നമ്മുടെ പുതിയ ബാച്ചുകൾ വരാനായിട്ട് പോകുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1-നും കേട്ടറ്റ് കാറ്റഗറി 2-നും കേട്ടറ്റ് കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ലൈവ് ബാച്ചുകളാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എക്സാം വരെയും കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. കേട്ടറ്റ് കാറ്റഗറി 1-ന് 1999-ഉം കാറ്റഗറി 2 2499-ഉം കേട്ടറ്റ് കാറ്റഗറി 3 3499-ഉമാണ് നമ്മുടെ ഫീ വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ എനിക്ക് ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിട്ടൊന്നും കയറാൻ പറ്റില്ല, വെറുതെ ഇനി കേട്ടിട്ടൊന്നും പഠിക്കണ്ട എന്നുള്ള രീതിയിൽ ഒന്നും ചിന്തിക്കേണ്ട. ഇവിടെ കേട്ടിട്ട് നേടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? അവസരങ്ങളുണ്ട്, പുതിയ തസ്തികകൾ വരുന്നുണ്ട്, അവിടെ നിയമന സാധ്യത കൂടുതലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പം അതിനാദ്യം വേണ്ടത് കേട്ടറ്റാണ്. അതെന്ത് ചെയ്യുക? ഉടനെ തന്നെ നേടിയെടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ കോഴ്സിനെ പറ്റി മറന്നു പോവണ്ട. നിങ്ങൾക്ക് കേട്ടറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നവൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൂട്ടം അധ്യാപകരാണ് കേട്ടറ്റ് ബാച്ച് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, PYQ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, ലൈവ് ബാച്ചുകളാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനും വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കോൺസെപ്റ്റുകൾ പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കുക. നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഉടനെ തന്നെ എന്ത് ചെയ്യുക? അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ടീച്ചിങ് എക്സാംസുമായിട്ടുള്ള പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.